ആദ്യത്തെ പ്രസവമൊക്കെ വീട്ടിൽ നിന്നല്ലേ നിങ്ങളെ പ്രസവിച്ചേ? ഇത് എന്തേ ആസ്പത്രിയിൽ നിന്ന് പ്രസവിച്ചേ? പ്രസവം എടുക്കണ പെണ്ണ് പറഞ്ഞു ഇനി വരൂലെന്ന്, ഓലെ മോൻ പറഞ്ഞാണ് ഇനി പെരേന്ന് പ്രസവം എടുത്താൽ കേസ് ഉണ്ടാവും. ഒന്നും കൂടെ പറഞ്ഞേ. ആ പ്രസവം എടുക്കണ പെണ്ണേ വീട്ടിൽ വന്ന് പ്രസവം എടുക്കൽ നിർത്തി. ഓലെ മോൻ പറഞ്ഞ് ഇനി പ്രസവം എടുത്താൽ വീട്ടിൽ പോയി പ്രസവം എടുത്താൽ കേസ് ഉണ്ടാവും, അതിനൊന്നും നിൽക്കണ്ടെന്ന്. ജയിലിൽ പോകുന്നു. ജയിലിൽ പോകുന്നു. ഓ, അത് സർക്കാർ ചെയ്ത് എന്തായാലും നന്നായി. എന്തിനാണ് ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കണേ? ഇവിടെ ആസ്പത്രി ഇല്ലായിട്ടാ? കേരളത്തെ ആസ്പത്രിൻ്റെ കുറവുണ്ടോ? ആശുപത്രി എനിക്ക് കാണണേ പേടിയാ, സൂചി വെക്കണം പേടിയാ, അടുത്തെല്ലാം ആശുപത്രിയിലെ സിസ്റ്റർമാർ തന്നെ കാണണേ പേടിയാ. ഇപ്പം എന്നിട്ട് വന്ന് പ്രസവിച്ചല്ലോ അല്ലേ? ഇപ്പം ആ പെണ്ണ് വരില്ല എന്ന് പറഞ്ഞപ്പം പോന്ന. പൂതി ഉണ്ടായിട്ട് പോകുന്നൊന്നുമല്ല. പൂതി ഉണ്ടായിട്ട് പോകുന്നൊന്നുമല്ല. നിങ്ങൾ ഡേറ്റിന് മുമ്പ് എന്തെങ്കിലും കാരണം പറഞ്ഞ് കത്തി വെക്കൂലേ ഹോസ്പിറ്റലിൽ വന്നാൽ? ഡേറ്റിന് മുന്നേ അഡ്മിറ്റ് ആക്കിയിട്ട് കത്തി വെക്കും. അതൊക്കെ ഞാൻ വരാത്ത. ഡേറ്റിന് മുന്നേ നമ്മൾ ആവശ്യമുള്ളവരെ അഡ്മിറ്റ് ആക്കും. ഇതാണെങ്കിൽ നല്ല നിലക്ക് പ്രസവിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഓപ്പറേഷൻ ചെയ്യാനല്ല. ആദ്യം പ്രസവിപ്പിക്കാൻ തന്നെ ചെയ്യും, പ്രസവിപ്പിക്കാൻ ശ്രമിക്കും. ഡേറ്റ് വരെ കാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ വെള്ളക്കുറവായിരിക്കാം, വളർച്ച കുറവായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് മിടിപ്പ് കുറവായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ഒരിക്കലും അഡ്മിറ്റാക്കി ഓപ്പറേഷൻ ചെയ്യില്ല. നമുക്ക് സുഖപ്രസവം തന്നെയാണ് നല്ലത്, ഡോക്ടർമാർക്കും രോഗിക്കും രോഗീൻ്റെ ആൾക്കാർക്കും. എന്താണ് സുഖപ്രസവത്തിനാകെ 5 മിനിറ്റ് മതി. 5 മിനിറ്റ് സുഖപ്രസവം എടുത്ത് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. ഓപ്പറേഷൻ ആകുമ്പോൾ നിങ്ങളെ എത്ര ഞങ്ങൾ നോക്കണം? 5-6 ദിവസം ഇങ്ങനെ നോക്കണ്ടേ? ആർക്കാ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പൂതി? കത്തി വെക്കാൻ ആർക്കാ പൂതി? അത് മാത്രല്ല, പ്രസവിച്ച് കഴിഞ്ഞാലും സമാധാനം ഉണ്ടാവില്ല. കുട്ടി എന്താ ICU അങ്ങനെ എന്തൊരു സാധനത്തിൽ കുട്ടീനെ ഇടും, അത് കുറേ ദിവസം അഡ്മിറ്റ് ആക്കും, കുറേ പൈസ ചെലവാക്കും, ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്തേക്കും. അതൊക്കെ പേടി. ഇതൊക്കെ ആരാ പറഞ്ഞു തരല്ലേ? അതൊക്കെ എല്ലാവരും പറയണ, പുറത്തുള്ളവർ പറഞ്ഞ് പേടിപ്പിച്ചതല്ലേ ഒക്കെ? ഞാൻ നിങ്ങൾ പേടിച്ച് അങ്ങനെ ഇരുന്ന് അത്ര തന്നെ. അതിന്റെ വാസ്തവം ഒന്നും അറിയാൻ ശ്രമിച്ചില്ലല്ലോ? ഇല്ല, നമ്മളിപ്പോൾ ആൾക്കാർ പറയണല്ലേ, ഇനിയിപ്പോൾ ബാക്കി നോക്കിക്കൂലല്ലോ. അല്ല താത്തേ, നിങ്ങൾക്ക് ഈ ഡെലിവറി കഴിഞ്ഞാൽ ബേബീൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ലേ NIC വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് NIC വേണ്ടേ? എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. ഞാൻ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു സാധനത്തിൽ കുട്ടീനെ കുറേ സെറ്റൊക്കെ. അല്ല, പൈസന്റെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രി പോയിക്കൂടെ? അവിടെ പൈസ വാങ്ങുന്നില്ലല്ലോ. സർക്കാർ ആശുപത്രി പോയിട്ട് അവിടെയൊക്കെ പഠിക്കണ ഡോക്ടർമാരും അതും ആണുങ്ങൾ, അതൊന്നും ഇപ്പം അമ്മ പറ്റൂല. ഇത് മറ്റുള്ളവർ പറഞ്ഞു തന്നതാ അല്ലേ? എല്ലാം മറ്റുള്ളവർ പറഞ്ഞത് കേട്ടാൽ മതി. ഒന്നും വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ, പുറം ലോകം ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ പേടിച്ചിരുന്നതല്ലേ? ഇപ്പം എനിക്ക് മനസ്സിലായി. വേറെന്താ പറഞ്ഞ് പേടിപ്പിച്ചേ? വേറെ നിങ്ങൾ ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ വന്നാൽ എല്ലായിടത്തും താഴെയും മേലൊക്കെ നല്ലോണം കീറുന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ കുട്ടി പുറത്ത് വരണമെങ്കിൽ താഴെയൊക്കെ കീറി എടുക്കേണ്ടി വരും. അത് മര്യാദക്ക് കീറി മര്യാദക്ക് തുന്നി പഴയതുപോലെ ആക്കിയേ ഞങ്ങൾ വിടുള്ളൂ. അത് ഉണങ്ങുകയും ചെയ്യും നല്ല നിലക്ക്. അതിനുള്ള കാര്യങ്ങളും മരുന്നുകളും ഞങ്ങൾ തരും. അല്ലാതെ പിന്നെ ഒന്നുമില്ലാതെ അങ്ങനെ അങ്ങ് പ്രസവിച്ചാൽ അവിടെ ഇവിടെയൊക്കെ കീറിപ്പോവും. ചിലപ്പോൾ മലദ്വാരം വരെ കീറിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ എത്ര ആൾക്കാർ ഇവിടെ വരലുണ്ട്, വീട്ടിൽ പ്രസവിച്ചിട്ട് അവിടെ ഇവിടെ കീറിപ്പോയിട്ട്. ഇത് മര്യാദക്ക് നല്ല നിലക്ക് കുട്ടി സുഖത്തിൽ പോരാൻ വേണ്ടി നമ്മൾ കീറും, അത് നമ്മൾ തുന്നും, അത് ഉണങ്ങുകയും ചെയ്യും. അത് പഴയതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോകും. എന്താ അപ്പോൾ മനസ്സിലായോ? ഇപ്പം മനസ്സിലായി. അല്ല താത്തേ, നമ്മൾക്കിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഡെലിവറി ആയി പോവല്ലേ? ഡെലിവറിനെ ഇവിടുത്തെ ഹോസ്പിറ്റലിനെ പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പോൾ അഭിപ്രായങ്ങളൊക്കെ? ഹോസ്പിറ്റലിൽ എനിക്ക് വന്ന് കയറിയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടേനി. ആ പ്രസവമുറിയൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഒഴിവിട്ടായിരുന്നു പോരനെ അടിച്ചിട്ട് നിങ്ങളാരും കാണാതെ. പക്ഷെ നിങ്ങളെല്ലാവരും പെരുമാറ്റവും വേദന വരുമ്പോഴുള്ള സമാധാനിപ്പിക്കലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവിടെ തന്നെ അതേ വരേനിയും തോന്നി. അല്ല താത്ത, നീ നിങ്ങളെ ഡെലിവറി ഇല്ലേ വീട്ടിൽ പ്രസവിക്കോ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കോ? അങ്ങനെയാണ് നിങ്ങളെ താല്പര്യം? ആശുപത്രിയിൽ തന്നെ ഞാൻ പ്രസവിക്കാം. ഓക്കെ. അപ്പം നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് പുറം ലോകം അറിയാതെ പുറത്ത് ആശുപത്രിക്കാരെ പറ്റിയും ഡോക്ടർമാരെ പറ്റിയൊക്കെ ഇങ്ങനെ ഓരോന്ന് കേട്ട് ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് ഇങ്ങനെ വീട്ടിൽ പ്രസവിച്ച് അങ്ങനെ പേടിച്ചിട്ടാണല്ലോ ഇപ്പം നിങ്ങൾ വീട്ടിൽ പ്രസവിച്ചത് മുഴുവനും. പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എത്ര സുരക്ഷിതമായിരുന്നു എന്ന് പ്രസവം? ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പ്രസവത്തിൽ നിങ്ങൾ വീട്ടിൽ പ്രസവിക്കോ അല്ല ആശുപത്രി പ്രസവിക്കും? നേരത്തെ വരും. കാണിക്കാനും വരൂലേ? 9 മാസം വരും. നോക്കാനായിട്ട് വേണം